മമ്മൂക്ക വേഴ്സസ് ലാലേട്ടൻ ഫാൻസ് ഇടയ്ക്ക് എന്തെങ്കിലും മണ്ടത്തരവും പൊട്ടത്തരവുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വന്നേക്കുന്നത് നല്ല അസലി വിവരക്കേടുമായിട്ടാണ്. സോളോയാണോ അതോ മൾട്ടി സ്റ്റാർ ആണോ മട്ടാഞ്ചേരി മാഫിയ, അതാണ് ഇപ്പം ചർച്ചാ വിഷയം. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് സിനിമകൾ ഏറ്റുപിടിച്ചുകൊണ്ട് മമ്മൂക്ക ഫാൻസും ഇങ്ങനെ അങ്ങോട്ട് കൊഴുപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അനുരാഗ കരിക്കുംവെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല, ആലപ്പുഴ ജിങ്കാന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന 6ാമത്തെ ചിത്രം. പുള്ളിയുടെ ഡെബ്യൂ ഫിലിമായിട്ടുള്ള അനുരാഗ കരിക്കുംവെള്ളം അത് സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു കിടിലം ഫീൽ ഗുഡ് പടമാണ്. അതിനുശേഷം വന്ന ഉണ്ടയാണെങ്കിൽ നല്ലൊരു റിയലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ആ സിനിമ. ലവ് ആണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പേഴ്സണലി വർക്കായില്ല. നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം വന്ന തല്ലുമാല എന്ന് പറയുന്നത് തീമാലയാണ്. പീക്ക് മാല മോളിവുഡ് ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഡിസർവ് ചെയ്യുന്ന ഒരു വിജയം അതിന് കൊടുത്തില്ല. 100-150 കോടി ക്ലബ്ബൊക്കെ അന്നേ ഓപ്പൺ ചെയ്യേണ്ട പടമായിരുന്നു. 50 കോടി പോലും എനിക്ക് തോന്നുന്നു കഷ്ടിച്ചാണ് കയറിയില്ലെന്ന് തോന്നുന്നു തല്ലുമാല. അതിനുശേഷം വന്ന ആലപ്പുഴ ജിങ്കാന, അത് ഒരു തട്ടിക്കൂട്ട്, തല്ലിപ്പൊളി എന്ന് പറയാം, വേണമെങ്കിൽ തട്ടിക്കൂട്ടെന്നും പറയാം, അങ്ങനത്തെ ഒരു പടം. പക്ഷേ അത് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആ സിനിമയ്ക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനുശേഷം വരുന്ന 6ാമത്തെ സിനിമ, ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഖാലിദ് റഹ്മാനും കൂടെ ചേർന്നിട്ടാണ്. ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് റെക്സ് വിജയനാണ്. റെക്സ് വിജയൻ്റെ പറവ, നമ്മുടെ മായാനദി, അതുപോലെ നീലാകാശം, ഇതൊക്കെ പുള്ളിയുടെ എൻ്റെ ഫേവറേറ്റ് വർക്ക്സാണ്. പിന്നെ സുഷിൻ ഷ്യാമിൻ്റെ BGM മമ്മൂക്കയായിട്ട് ഒന്നിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കണ്ണൂർ സ്കോഡും ഭീഷ്മറും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവർ ചുമ്മാ കത്തിച്ച് വിടും. പിന്നെ ഈ സിനിമയുടെ ക്രൂവിൽ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് മറ്റേ ഷമാർ ഹംസ, പുള്ളി കോസ്റ്റ്യൂം ഡിസൈനറാണ്. പുള്ളി ഇതിനു മുമ്പ് ചുരുളി, ജല്ലിക്കെട്ട്, അജഗജാന്തരം, ലേറ്റസ്റ്റ് ആയിട്ട് ആവേശം, നമ്മുടെ രോമാഞ്ചം, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഈ ക്രൂവിലുള്ളത്. അപ്പം മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടി ഒന്നിക്കുന്ന പടം മട്ടാഞ്ചേരി മാഫിയ. മെഗാസ്റ്റാർ മമ്മൂട്ടി, നെസ്ലൻ, ആസിഫ് അലി. അപ്പോൾ ഈ സിനിമ മൾട്ടി സ്റ്റാർ ആണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. മമ്മൂക്ക ഫാൻസിനോടാണ് ചോദ്യം. ഇത് മൾട്ടി സ്റ്റാർ അല്ല സോളോയാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ സിനിമ നിങ്ങൾ എന്തിനാണ് മൾട്ടി സ്റ്റാർ ആക്കാൻ നോക്കിയത് എന്നുകൂടി പറയണം. അതുപോലെ ഈ സിനിമ നിങ്ങളുടെ അഭിപ്രായത്തിൽ മൾട്ടി സ്റ്റാർ ആയിരിക്കത്തില്ല, സോളോ ആയിരിക്കും അല്ലേ? അതും കൂടി പറയേണ്ടി വരും. സോ മൾട്ടി സ്റ്റാർ വേഴ്സസ് സോളോ, അതാണ് സബ്ജക്റ്റ്. നമുക്ക് പോയാലോ? ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ ഈ പടം ഒരു കിഡിലൻ സബ്ജക്റ്റ് ആകാനായിട്ടുള്ള എല്ലാ സാധ്യതയുള്ള പടമാണ്. അതിന് പ്രധാന കാരണം ഖാലിദ് റഹ്മാനും മമ്മൂക്കയും ഒന്നിക്കുന്നു, ഉണ്ടയ്ക്ക് ശേഷം ഒന്നിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഖാലിദ് റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് നിസാരമായിട്ടൊരു ആക്ഷൻ പടം ചെയ്യാൻ പറ്റും, തല്ലുമാലയൊക്കെ പോലെ. നിസാരമായിട്ടൊരു ഫീൽ ഗുഡ് പരിപാടി പിടിക്കാം, നിസാരമായിട്ടൊരു റിയലിസ്റ്റിക് പരിപാടി പിടിക്കാം, നിസാരമായിട്ടൊരു ലവ് സിനിമ, ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കാം. അപ്പോൾ പുള്ളി ഒരു വേഴ്സാറ്റൈൽ ഡയറക്ടറാണെന്ന് പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ്. പുള്ളി ഒന്നിക്കുന്നതോ വെറൈറ്റി ഇങ്ങനെ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയായിട്ടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ നേരത്തെ ഒരു വെറൈറ്റി പടം ആയിരിക്കത്തില്ല, ഫാൻസ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ പടമായിരിക്കും നമുക്ക് വേണ്ടി ഒരുക്കി തരാൻ പോകുന്നത് മട്ടാഞ്ചേരി മാഫിയ. ആ പേര് തന്നെ കേട്ടില്ല, അതിൽ തന്നെ ഉണ്ടല്ല. ഒരുപാട് ട്രോളുകൾ കേട്ട ആ ഒരു പേര് തന്നെ എടുത്ത് സിനിമയ്ക്ക് ഇട്ടപ്പോൾ തന്നെ ഊഹിക്കേണ്ടതാണ് വരാൻ പോകുന്ന ഒരു വെടിച്ചില് തീ പാറുന്ന ഐറ്റം ആയിരിക്കും. ഇനി മൾട്ടി സ്റ്റാർ വേഴ്സസ് സോളോ. ഇതിൽ സ്റ്റാർ എന്താണ്? ഒരു സിനിമയെ തൻ്റെ ഷോൾഡറിലേറ്റി വിജയിപ്പിക്കാൻ കഴിവുള്ളൊരു നടനെ നമുക്ക് സ്റ്റാർ എന്ന് വിളിക്കാം. അതിന് കുറച്ചുകൂടി ഇങ്ങനെ കയറി പോകുമ്പോൾ സൂപ്പർ സ്റ്റാർ, മെഗാ, അങ്ങനെ പോകും. തെലുങ്ക് ഫിലിമിങ്ങൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാറുകളാണ്. സ്റ്റാറിനെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പവർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, റബൽ സ്റ്റാർ, റിയൽ സ്റ്റാർ, സ്റ്റൈലിഷ് സ്റ്റാർ, ആക്ഷൻ സ്റ്റാർ, നാച്ചുറൽ സ്റ്റാർ, പുതുതായിട്ട് ജനിച്ചു വരുന്ന ഒരു പയ്യന് അവർ ന്യൂ ബോൺ സ്റ്റാർ, അങ്ങനെയൊക്കെ പേരിട്ട് കൊടുക്കും. അപ്പം അവരങ്ങനെയാണ്, അത് വേറെ ലോകമാണ്. നമ്മുടെ ഇവിടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ, മെഗാസ്റ്റാർ മമ്മൂക്ക. അങ്ങനെ ഒരു സ്റ്റാറിൻ്റെ പടത്തിൽ മറ്റൊരു സ്റ്റാർ വന്നാൽ അത് മൾട്ടി സ്റ്റാർ ആകുമോ? എൻ്റെ അഭിപ്രായത്തിൽ ചില കേസിലാകും, ചില കേസിൽ ആകത്തില്ല. അങ്ങനെ പറയാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് പോവാം. അതായത് ഇപ്പം ഞാനിങ്ങനെ പറയുന്ന നേരത്ത് നിങ്ങൾ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. നമുക്കിനി എമ്പുരാൻ്റെ കേസിലേക്ക് എടുക്കാം. എമ്പുരാൻ വെച്ച് വേണം നമുക്ക് പറയാൻ. കാര്യം മമ്മൂക്ക ഫാൻസ് വളരെ കഷ്ടപ്പെട്ട് എമ്പുരാനെ മൾട്ടി സ്റ്റാർ പടമാക്കാൻ നോക്കിയതാണ്. അതേ മമ്മൂക്ക ഫാൻസ് വളരെ കഷ്ടപ്പെട്ട് ഈ മട്ടാഞ്ചേരി മാഫിയനെയും പാട്രിയാർക്കിനെയൊക്കെ സോളോ മൂവി ആക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സിനിമയിൽ ആരെ ചുറ്റിപ്പറ്റിയാണോ ആ കഥ നടക്കുന്നത്, ആരാണോ ആ സിനിമ ലീഡ് ചെയ്യുന്നത്, അയാളുടെ പേരിലാണ് ആ സിനിമ. അതിനകത്ത് മറ്റേതൊക്കെ സ്റ്റാർ ഉണ്ടെങ്കിലും അയാളുടെ പേരിൽ മാത്രമായിരിക്കും ആ സിനിമ. ഞാനിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ വന്ന് മമ്മൂക്ക ഫാൻസ് പറയും അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ പൃഥ്വിരാജിൻ്റെ ആ ഒരു സ്റ്റോറിയെ ചുറ്റിപ്പറ്റിയാണ് ഇങ്ങനെ കഥ നടക്കുന്നത്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ്, ലാലേട്ടൻ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരാം നിങ്ങൾക്ക്. പക്ഷേ ചില കേസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണോ സംഭവം, ആ എക്സെപ്ഷണൽ കേസാണ്. പുള്ളി ആ പടത്തിൽ നമ്മൾ
എമ്പുരാനിൽ ഇങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ എപ്പോൾ വരും, ലാലേട്ടൻ എപ്പോൾ വരും, ലാലേട്ടൻ എപ്പോൾ വരും, ഇതല്ലേ. ഇതാണ് ലൂസിഫറിലും നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരുന്നതും അതിനു വേണ്ടിയിട്ടാണ്. പൃഥ്വിരാജ് എങ്ങനെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യുന്നു, ലാലേട്ടൻ്റെ പടമാണ്. അത് ഒരു മൾട്ടി സ്റ്റാറും അല്ല, അതിനകത്ത് ടോവിനോ ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. ആ ഒരു സിനിമയിൽ മറ്റു സ്റ്റാർസ് ഉണ്ട്, അത് സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് മാത്രമുള്ള സ്റ്റാർസാണ്, അല്ലാണ്ട് അവരുടെ പടം ഒരിക്കലും ആ സിനിമ ആകത്തില്ല. ദി എൽ ഫാക്ടർ, കുറച്ച് പ്രൊപ്പഗണ്ട, നെഗറ്റീവ് പബ്ലിസിറ്റി, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, ഇതൊക്കെയാണ് ആ സിനിമേനെ മിക്സഡ് റെസ്പോൺസിനും 250 കോടിക്ക് മുകളിലേക്ക് കയറ്റിയത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ലാലേട്ടൻ, ദി എൽ ഫാക്ടർ തന്നെയാണ്. ഇനി മട്ടാഞ്ചേരി മാഫിയിലേക്ക് വരാൻ നേരത്ത് ലാലേട്ടൻ ഫാൻസ് പറയുന്ന സംഭവം ഇതാണ്. ഇതിനകത്ത് ആസിഫ് അലി ഉണ്ട്. മമ്മൂക്കയ്ക്ക് ലാലേട്ടന് ശേഷം ബാക്ക് ടു ബാക്ക് 50 കോടി അടിച്ച നടനാണ് ആസിഫ് അലി. കിഷ്കിന്ത, കാണ്ഡം, രേഖാചിത്രം. അതുപോലെ മമ്മൂക്കയ്ക്ക് മുൻപേ തന്നെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയും മമ്മൂക്കയ്ക്ക് മുൻപേ തന്നെ ലാലേട്ടന് ശേഷം വേൾഡ് വൈഡ് 100 കോടി സോളോ ആയിട്ട് അടിച്ച ഹീറോയാണ് നെസ്ലൻ. അപ്പോൾ ആ നെസ്ലൻ ഒന്നിക്കുന്നുണ്ട്, മമ്മൂക്കയേക്കാൾ സ്റ്റാർ വാല്യൂ ഉള്ള നെസ്ലൻ ഇതിനകത്ത് ഒന്നിക്കുന്നുണ്ട്. സോ ഇതൊരു മൾട്ടി സ്റ്റാർ ആണ്, അല്ലെങ്കിൽ ആക്കി തീർക്കാൻ നോക്കുന്നുണ്ട്. അവരോടൊന്നേ പറയുള്ളൂ, മക്കളെ, ഈ പടം ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്ക ചിത്രമാണ്. ഇതിനകത്ത് സപ്പോർട്ടിംഗ് റോൾസ് ആയിട്ട് മാത്രമാണ് നെസ്ലനും ആസിഫ് അലിയൊക്കെ വരുന്നത്. ചിലപ്പം അവരുടെ സ്റ്റോറിയെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ കഥ മൊത്തം നടക്കുന്നത്. എങ്ങനെ നടന്നാലും ഇത് മമ്മൂക്ക പടമാണ്. മമ്മൂക്കയെ ഖാലിദ് റഹ്മാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് കാണാനാണ് ഈ പടം അനൗൺസ് ചെയ്ത ടൈം മുതൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മമ്മൂക്ക ഫാൻസ് മാത്രമല്ല, നിങ്ങൾ ലാലേട്ടൻ ഫാൻസും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക ഫാനാണെന്ന് വെച്ച് ചുമ്മാ അന്ധമായിട്ട് വർത്താനൊന്നും പറയത്തില്ല. എമ്പുരാനെ സംബന്ധിച്ച് ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി തന്നെ പടത്തിന് കയറിയത്. ഞാൻ ഒരു പൃഥ്വിരാജിനെ, ഒരു ടോവിനേനെ, ഒരു ആരാ പറഞ്ഞു, പിന്നെ മഞ്ജു വാര്യരെയും കാണാനൊന്നും അല്ല പടത്തിന് കയറിയത്. ലാലേട്ടനെ കാണാൻ, ദി എൽ ഫാക്ടർ കാണാൻ, അത് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ തന്നെ കയറിയത്. ഇനി മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ ഫാൻസും വന്ന് തിയേറ്ററിൽ കയറുന്നത് മമ്മൂക്കനെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും. പിന്നെ ഇത് മൾട്ടി സ്റ്റാർ ആക്കി തീർക്കാനൊന്നും നോക്കണ്ട, ഇതൊരിക്കലും മൾട്ടി സ്റ്റാർ ആകത്തില്ല. ഇനി പാട്രിയാർക്കിലേക്ക് വരാൻ നേരത്ത് അവിടെ കേസ് മാറുകയാണ്. കാര്യം പാട്രിയാർക്ക് എന്ന് പറയുന്നത് ലാലേട്ടനും മമ്മൂക്കയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന പ്രത്യേകതയാണ് ആ സിനിമയ്ക്കുള്ളത്. മമ്മൂക്കയെ ലീഡായിട്ട് ഉള്ള പടമായിരിക്കും, മമ്മൂക്കനെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥ നടക്കുന്നത്, മമ്മൂക്കയായിരിക്കും കൂടുതൽ സ്ക്രീൻ ടൈം കൈകാര്യം ചെയ്യുന്നത്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പടത്തിൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടർ, ഓരോ സിനിമയ്ക്കും ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലൂസിഫറിനകത്ത് പൃഥ്വിരാജ് ലാലേട്ടനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ നമ്മൾ ടിക്കറ്റ് എടുത്തു. മട്ടാഞ്ചേരി മാഫിയയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് ഖാലിദ് റഹ്മാൻ മമ്മൂക്കയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഉണ്ടയ്ക്ക് ശേഷം. ഇനി പാട്രിയാർക്കിലേക്ക് വരാൻ നേരത്ത് മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ മമ്മൂക്കയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. ലാലേട്ടൻ മമ്മൂക്ക കോംബോ വർഷങ്ങൾക്ക് ശേഷം വരുന്നു എന്നുള്ള ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. സോ അത് വേണമെങ്കിൽ ഒരു മൾട്ടി സ്റ്റാർ പടമാണെന്ന് പറയാം. അതൊരിക്കലും മമ്മൂക്ക പടമായിട്ട് മാറ്റാൻ മമ്മൂക്ക ഫാൻസ് നോക്കണ്ട. ദാറ്റ് ഈസ് മൾട്ടി സ്റ്റാർ. കാര്യം ഒരു സൂപ്പർ സ്റ്റാറും ഒരു മെഗായും ഒന്നിക്കുകയാണ്. ചുമ്മാ ഗസ്റ്റ് റോളിലൊന്നും അല്ല ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ അതിനകത്ത് തകർത്താടും, കുറേ ഉണ്ടാവും. പക്ഷേ മമ്മൂക്കയ്ക്ക് കുറച്ചധികം പ്രാധാന്യം കൂടുതലും ഉണ്ടാവും. മൾട്ടി സ്റ്റാർ വേഴ്സസ് സ്റ്റാർ അല്ല സോളോ, ഇതാണ് അതിൻ്റെ ഉത്തരം. എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.